നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വർക്കിംഗ് നോക്കാം. ട്രാൻസിസ്റ്റർ transfers the input signal from a low resistance circuit to a high resistance circuit. Therefore it is called the transfer resistor. നമ്മൾ ട്രാൻസിസ്റ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റർ. അതായത് ഒരു ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നിന്ന് ഒരു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റർ. നോക്കുക, ട്രാൻസിസ്റ്റർ 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് BJT ആൻഡ് സെക്കൻഡ് ഈസ് FET. BJT, ഈ BJT എന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടക്ഷൻ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. BJTക്കകത്ത് കറണ്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺസും ഹോൾസും കൂടെ ഒരേ സമയം കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നെങ്കിൽ, FETക്കകത്താണെങ്കിൽ കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് കാരിയർ, എയ്തർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. FETക്കകത്താണെങ്കിൽ ഒരു സമയം ഇലക്ട്രോൺസ് വെച്ച് കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നെങ്കിൽ മറ്റ് സമയത്ത് നമ്മൾ ഹോൾ വെച്ച് മാത്രമേ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവൂ. അതുകൊണ്ട് അതിനെ നമ്മൾ FET എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. BJTയുടെ ഫുൾ ഫോം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കേണ്ടത് BJTയെക്കുറിച്ച് മാത്രമാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റർ 2 ടൈപ്സ് ഉണ്ട്, BJT ആൻഡ് FET. കൺസ്ട്രക്ഷൻ ഓഫ് BJT ഈസ് എ 3 terminal or a 3 layer സെമി കണ്ടക്ടർ ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിന് 2 ജംഗ്ഷനും 3 ലെയറും ഉണ്ട്. അതുകൊണ്ട് അതിന് പറയുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. BJT 2 ടൈപ്സ് ഉണ്ട്. BJT അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് PNP ആൻഡ് NPN. അപ്പം ഈ PNP എന്താണ്, NPN എന്താണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് PNP മാത്രമേ ഉള്ളൂ. കാരണം PNPക്കകത്താണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കറണ്ട് കണ്ടക്ഷൻ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്നതാണ് NPN, അതായത് ഹോൾസിൻ്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്നതാണ് PNP. നമ്മൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ NPN-നകത്ത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, BJT ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു PNP ആൻഡ് NPN. അതിനകത്ത് നോക്കുക, PNP കളക്ടർ നോക്കുക, അതിനകത്ത് ഒരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്. നിങ്ങൾ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, PNPയുടെ ഫിഗർ ആണെങ്കിൽ ആരോ ഇൻവേർഡ് ആയിരിക്കും, ആ സമയത്ത് NPN-ൻ്റെ ഫിഗർ ആണെങ്കിൽ ആരോ ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ PNP ഉണ്ട്, NPN ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. എപ്പോഴും ഓർക്കുക, NPN-ൻ്റെ ആരോ ഔട്ട്വേർഡ് ആയിരിക്കും, PNPയുടെ ആരോ ഇൻവേർഡ് ആയിരിക്കും. നോക്കുക, BJT കൺസിസ്റ്റ് ഓഫ് 3 സെമി കണ്ടക്ടർ റീജിയൻ. ഈ BJTയിൽ 3 റീജിയനും 2 ജംഗ്ഷനും ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് റീജിയൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എമിറ്റർ റീജിയൻ, അടുത്തത് ബേസ് റീജിയൻ, തേർഡ് കളക്ടർ റീജിയൻ. BJT കൺസിസ്റ്റ് ഓഫ് 3 സെമി കണ്ടക്ടർ റീജിയൻ. അതിനകത്ത് 2 ജംഗ്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എമിറ്റർ ബേസ് ജംഗ്ഷനും ഉണ്ട്, കളക്ടർ ബേസ് ജംഗ്ഷനും ഉണ്ട്. അപ്പോൾ എന്താണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ, എന്താണ് കളക്ടർ ബേസ് ജംഗ്ഷൻ? അപ്പോൾ നോക്കുക, എമിറ്റർ റീജിയൻ, ഈ എമിറ്റർ റീജിയൻ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്നത് 3 ടൈപ്സ് ഓഫ് ഡോപ്പിംഗ് ആണ്. 3 റീജിയന് എന്ന് വെച്ചാൽ എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ റീജിയൻ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് റീജിയൻ്റെ സൈസ് തിന്നാണ്, അത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. കളക്ടർ റീജിയൻ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്, അതിൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ 2 ജംഗ്ഷൻ ഏതൊക്കെയാണ്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. ഏതൊക്കെയാണ് 3 ലെയർ, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ദ ഡയറക്ഷൻ ഓഫ് ആരോ ഇൻ ദ സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് എമിറ്റർ കറണ്ട്. അപ്പോൾ നമ്മൾ എമിറ്റർ കറണ്ട് ഡയറക്ഷനാണ് ഈ ആരോ ഡയറക്ഷൻ. അതായത് ഒരു എമിറ്റർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണെങ്കിൽ അത് NPN ആയിരിക്കും, എമിറ്റർ കറണ്ടിൻ്റെ ആരോ ഇൻവേർഡ് ആണെങ്കിൽ PNP ആയിരിക്കും. തിൻ ബേസ് ഏരിയ ഹെൽപ്സ് ടു റെഡ്യൂസ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ ദ ബേസ്. അപ്പം ഈ ബേസിൻ്റെ തിൻ ഏരിയ നമ്മൾ ഈ റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെയും റിഡക്ഷൻ ആയിരിക്കും. ടു റെഡ്യൂസ് ദ ഹീറ്റ് ഡെവലപ്ഡ് ബൈ പവർ ഡിസിപ്പേഷൻ ഏരിയ ഓഫ് കളക്ടർ ഈസ് ലാർജ്. അപ്പം ഈ ഹീറ്റ് ഡിസിപ്പേഷൻ, പവർ ഡിസിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ടറിൻ്റെ ഏരിയ വലുതാക്കിയിരിക്കുന്നു. അതാണ് പറയുന്നത് റെഡ്യൂസ് ദ ഹീറ്റ് ഡെവലപ്ഡ് ബൈ പവർ ഡിസിപ്പേഷൻ, ചൂട് കുറയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കളക്ടറുടെ ഏരിയ നമ്മൾ വളരെ വലുതാക്കിയിരിക്കുന്നു. അതായത് അടുത്ത് നോക്കുക, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് BJTയുടെ ഓപ്പറേഷൻ നമ്മൾ പഠിക്കും. 3 ടൈപ്സ് ഉണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും ആണെങ്കിൽ ആ ട്രാൻസിസ്റ്ററിനെ നമ്മളൊരു ആക്റ്റീവ് കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ സമയത്ത് ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ എന്ന് പറയാം. അടുത്തതായിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ഓൺ കണ്ടീഷൻ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഒരു സാച്ചുറേഷൻ മോഡാണെന്ന് പറയാം. അടുത്തതായിട്ട്
എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും ആണെങ്കിൽ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് കട്ട് ഓഫ് എന്ന് പറയാം. അടുത്ത റിവേഴ്സ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് BJT. നമുക്ക് അടുത്ത പഠിക്കുന്നത് ഓപ്പറേഷൻ ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ. നമ്മൾ ഈ ഓപ്പറേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ആദ്യ മോഡ്സ് ഓപ്പറേഷൻ BJTക്കകത്ത് ആക്റ്റീവ് കണ്ടീഷൻ നോക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ ഓഫ് ആൻ NPN ട്രാൻസിസ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ, ഈ ഫിഗർ നോക്കുക. അതിനകത്ത് NPN കാണാം. ലെഫ്റ്റ് കാണുന്നത് എമിറ്റർ, നടുക്ക് കാണുന്നത് ബേസ്, ഏറ്റവും റൈറ്റ് കാണുന്നത് കളക്ടർ. അതിനകത്ത് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഓൾറെഡി, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവും N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവും. ആ കാണിക്കുന്ന പൊട്ടൻഷ്യലാണ് VBE. ഫിഗർ നല്ലതായിട്ട് നോക്കുക. P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ ആയിരിക്കും? ഒരു ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ ഈ ആ ഒരു VBക്കകത്തുള്ള പോസിറ്റീവ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുകയും അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. അപ്പം ഇലക്ട്രോൺസ് എങ്ങനെ ഫ്ലോ ചെയ്യും? എന്നിൽ നിന്ന് Pയിലേക്കായിരിക്കും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെ ആയിരിക്കും? Pയിൽ നിന്ന് Nലേക്കായിരിക്കും കറണ്ട് ഫ്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് IE, എമിറ്ററിൽ നിന്ന് കറണ്ട് പോകുന്നു, കറണ്ട് ഇറങ്ങുന്നു, അതുകൊണ്ടാണ് IE കാണിച്ചിരിക്കുന്നത്. ആ കറണ്ട് കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് എവിടെ കയറുന്നു? ബേസിലോട്ട് കയറുന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? IB. നമ്മൾ അടുത്ത കണ്ടീഷൻ എന്താണ്? കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അതാണ് VCB എന്ന് കാണിച്ചിരിക്കുന്നത്. N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അപ്പം ആ ഒരു നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, VBക്കകത്ത് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മാത്രമേ ഉള്ളൂ. എന്നാൽ VCBക്കകത്തോ 2 നെഗറ്റീവും 2 പോസിറ്റീവും ഉണ്ട്. പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അപ്പം VCBക്കകത്ത് ഹൈ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് ഈ ആദ്യം കാണിക്കുന്ന എമിറ്ററിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും? ഈ VCB അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ താഴോട്ട് അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? Nൽ നിന്ന് PN വഴി കളക്ടറിലേക്കുള്ള കറണ്ട് സപ്ലൈ നടക്കും. കറണ്ട് സപ്ലൈ അല്ല, ഇലക്ട്രോൺസിൻ്റെ സപ്ലൈ. ഇപ്പോൾ ഇഞ്ചക്ട് ഇലക്ട്രോൺസ് ഡിഫ്യൂസിങ് ഇലക്ട്രോൺസായി അത് കളക്ടർ അത് കളക്ട് ചെയ്യും. അപ്പം നമുക്കറിയാം, എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ പോകുമ്പോൾ കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ കാണിക്കുന്നത് IE, IB ആൻഡ് IC ഉണ്ടാകും. അത്രയേ ഉള്ളൂ വർക്കിംഗ്. വളരെ സിമ്പിൾ വർക്കിംഗ് ആണ്. ഇതാണ് വർക്കിംഗ് ഓപ്പറേഷൻ ഓഫ് BJT. നോക്കുക, ദ ഫോർവേഡ് ബയാസ് ഓൺ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ കോസ് കറണ്ട് ഫ്ലോ. അപ്പം ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ ഫോർവേഡ് ബയാസ് ബസ്സാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. കറണ്ട് കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്, ഇലക്ട്രോൺസ് ഇഞ്ചക്റ്റഡ് ഫ്രം ദ എമിറ്റർ ഇൻ ടു ദ ബേസും ഹോൾസ് ഇഞ്ചക്റ്റഡ് ഫ്രം ദ ബേസ് ഇൻ ടു ദ എമിറ്റർ. അപ്പോൾ IE ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഫ്ലോ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ നെഗറ്റീവ് ചാർജ് ഫ്ലോ, ഇലക്ട്രോൺ കറണ്ട്. നോക്കുക, അപ്പം ഇതിനകത്ത് ഇപ്പോൾ ക്രിച്ചോഫ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഇൻ ടു ദ ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പം ടോട്ടൽ കറണ്ട് ഇൻവേർഡ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഔട്ട്വേർഡ്, നമുക്ക് അങ്ങനെയും പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും IE ഈക്വൽ ടു IB പ്ലസ് IC. നോക്കുക, ഈ ഫിഗർ നോക്കുക. ടോട്ടൽ കറണ്ട് ഇൻവേർഡ് ഇവിടെ ഏതൊക്കെയാണ്? IBയും ICയും കറണ്ട് അകത്തോട്ട് കയറുന്നെങ്കിൽ എമിറ്ററിൻ്റെ കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് പുറത്തോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് IE ഈക്വൽ ടു IB പ്ലസ് IC. ഇവിടെ തിയറി ഉണ്ട്. സം ഓഫ് ദ ഇലക്ട്രോൺസ് ദാറ്റ് ആർ ഡിഫ്യൂസിങ് ത്രൂ ദ ബേസ് റീജിയൻ വിൽ കമ്പൈൻ വിത്ത് ഹോൾസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ബേസ് കറണ്ട് IB. അപ്പം ഇലക്ട്രോൺസ് ഇവിടെ ബേസുമായിട്ട് സം ഓഫ് ദ ഇലക്ട്രോൺസ് ദാറ്റ് ഡിഫ്യൂസ് ത്രൂ ദ ബേസ്, അപ്പോൾ ബേസിലുള്ള ഇലക്ട്രോൺസ് വിൽ കമ്പൈൻ വിത്ത് ഹോൾസ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ബേസ് കറണ്ട് IB ഉണ്ടാവുന്നു. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ത്രൂ ദിസ് റീകോമ്പിനേഷൻ പ്രോസസ് വിൽ ക്വൈറ്റ് സ്മോൾ സിൻ ദ ബേസ് ഇസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. അവിടെ ബേസ് തിന്നാണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പം ദേ വിൽ ദസ് ഗെറ്റ് കളക്റ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ കളക്ടർ കറണ്ട് IC. അപ്പോൾ അവിടെ കളക്ടർ കറണ്ട് ICയുടെ എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കോമൺ കളക്ടർ, കോമൺ ബേസ്, കോമൺ എമിറ്ററിൻ്റെ വർക്കിംഗ് നോക്കാം.